ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നാളെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ചിരുന്നു. ഒന്ന് ഫ്രഷ് ആവലും സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചായക്ക് വെച്ചു. എണീച്ച അപ്പോൾ എനിക്ക് ചായ വേണമെന്നൊന്നുമില്ല, പക്ഷെ എൻ്റെ കൂടെയുള്ളതൊക്കെ എണീക്കണമെങ്കിൽ തന്നെ ചായ വേണം. അപ്പോൾ പിന്നെ കൂട്ടിന് ഞാനും കുടിക്കും. പറ്റുന്നതൊക്കെ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ നോക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇന്നൊരു പ്ലാനൊന്നുമില്ല, എന്താണോ സംഭവിക്കുന്നത് അതുപോലെ പോവും. പിന്നെ ഇന്ന് മ്യൂസിക് ഓഫ് ഡേയുമാണ്, അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടാണ്. കാക്ക പിന്നെ ചായയുടെ കഴിഞ്ഞതിന് ശേഷം പുറത്തു കൊണ്ടൊരാവശ്യം വന്നപ്പം അങ്ങനെ പോയി. ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും എന്ന ഒരു ഐഡിയ ഇല്ല. വീഡിയോ ഏതായാലും ഞാൻ എടുക്കുന്നൊക്കെ ഉണ്ട്. എത്രത്തോളം ബോറാവും അതോ നൈസാണോ എന്നും നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ കമൻറ്റിലിടുക. എൻ്റെ ഒരു ദിവസം ഇത്ര ബോറാണോ എന്ന്, അതോ നല്ലതാണോ എന്ന്. എല്ലാ ദിവസവും ഒരുപോലെ അല്ലട്ടാ, ഡിഫറെൻറ്റാണ്. അപ്പം ഇന്ന് ഞാൻ നല്ല ആക്റ്റീവും ഭയങ്കര പ്രൊഡക്റ്റീവൊക്കെ ആണെങ്കിൽ നാളെ ഭയങ്കര മുഴുവടിച്ചേക്കാരം. ഇന്നിനിപ്പോൾ മടി ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ വൈക്ക് അങ്ങനെ ചെയ്തോളും. നല്ല വെയിലടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നല്ലൊരു തണുത്ത കാറ്റാണ് കേട്ടോ പുറത്ത്. അങ്ങോട്ട് നോക്കി ചായ അടിക്കാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ച് ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. പിന്നെ ഇന്ന് കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല, ഇന്ന് കിച്ചണിന് ഓഫാണ്. പുറത്തുനിന്ന് ലഞ്ച് കൊണ്ടുവന്ന് തരുന്നിട്ടാ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബെഡൊക്കെ ക്ലീൻ ആക്കിയിട്ടിരുന്ന് ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി. ഒന്നാമത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണീൻ്റെ ഡോറും വിൻഡോ ഒക്കെ തുറക്കുന്നത് കൊണ്ട് തന്നെ നല്ല പൊടിയാണ് കേട്ടോ. ഡെയിലി ഒന്നും മോപ്പ് ചെയ്യലില്ല കേട്ടോ, വീക്കിലി ഒരു ട്വൈസ് ഡേയിലൊക്കെ ചെയ്യലുള്ളൂ. പക്ഷെ ഒന്ന് അടിച്ചു വരിടാതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നടക്കുമ്പോഴൊന്നും പൊടി ഫീൽ ചെയ്യില്ല, പക്ഷെ നമുക്ക് കാലിൽ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു. പലർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെ ആയിരിക്കും. ഈ ബെഡ്ഷീറ്റിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു കെട്ടിട്ടിട്ട് ബെഡിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഡെയിലി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കണം. പക്ഷെ എന്നാലും ഓവർ ഇങ്ങോട്ട് ഒന്നായിട്ട് ബെഡ്ഷീറ്റ് പുറത്തേക്ക് വരുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റൊക്കെ പള്ളിയിലൊക്കെ പോകാനായപ്പോഴത്തേന് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു. മുടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ചട്ടിയിൽ ഫുൾ ഉണങ്ങിയിരുന്ന വിത്ത് ജസ്റ്റ് ഒന്ന് ആ മണ്ണിളക്കി പാകിയതാണ്, പക്ഷേ സക്സസ് ആയി. അതിന് ശേഷം എനിക്കിങ്ങനെ ചെറുതായിട്ട് വിശക്കലൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറയും, കോഫി ഇട്ട് കുടിച്ചു. പിന്നെ ഒരു പള്ളിയിലൊക്കെ പോയി ആ സമയം വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയത്. പിന്നെ ഈ വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും. ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് വെച്ചിട്ട് ഞാൻ എല്ലാം ഉൾക്കൊള്ളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരു ഡേ എങ്ങനെയൊക്കെയാണോ എൻ്റെ പോകുന്നത് മൊത്തത്തിൽ. അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്ന് കാണാം. കുറച്ചൊക്കെ ബോറായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ട് വിട്ടാളി, പക്ഷെ ഫുള്ള് കാണണം കേട്ടോ. ലഞ്ചിൻ്റെ ടൈമിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഫുഡ് കഴിച്ച് അൽഫാമും മന്തിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പുറത്തു പോയി. ഇന്നലെ എനിക്ക് മൂസി വന്നപ്പം പണ്ടെപ്പോഴോ ഞാനൊരു ഷോപ്പിൽ കണ്ടപ്പം പറഞ്ഞിരുന്നു എനിക്ക് ചെരുപ്പ് നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ ആ സമയം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇന്നലെ വന്നപ്പം എനിക്ക് കൊണ്ടുവന്ന് തന്നേ. അപ്പോൾ അത് വന്നപ്പം എനിക്ക് പാകില്ല, അതിൻ്റെ നേരെ വലിയ സൈസും കൂടി വേണ്ടിയിരുന്നു. അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. കുറച്ച് ദിവസമായിരുന്നു പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങലും ആയി, അതങ്ങ് മാറ്റിക്കലും ആയല്ലോ. അപ്പം അങ്ങനെ ഇറങ്ങി.
പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യണ്ട്. പിന്നല്ലേ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റിൽ പറയേണ്ട സംഭവമാണ്, പക്ഷേ ഞാനെപ്പോഴും വിട്ടുപോകും, അങ്ങനെ ലാസ്റ്റൊക്കെ പറയാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെ, പേജ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ. ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പം ഔട്ട് സൈഡിൽ നല്ല നോയ്സ് ഉണ്ട്, അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. എനിക്കില്ലേ മൂസിൻ്റെ കൂടെ പുറത്ത് പോകാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ നല്ല സംസാരിക്കും, സമയം പോകുന്നതേ അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണമോ വിഷയമൊന്നും വേണ്ട, സംസാരിച്ചിരിക്കും ഞങ്ങൾ രണ്ടാളും. അങ്ങനെ നമ്മളവിടെ എത്തി. ആ സെയിം ചെരുപ്പിനെ അതിൻ്റെ നേരെ വലിയ സൈസ് എടുത്തു, എനിക്ക് ഫിക്സ് ആവുന്ന സൈസ് എടുത്ത് അവിടേക്ക് ഒന്നിങ്ങനെ ചുറ്റി കറങ്ങി നടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമൊക്കെ തന്നെ പോകുന്നിട്ടാ. നമ്മളൊരു 3:45 ഇറങ്ങാൻ തന്നെ. അതുകൊണ്ട് തന്നെ തിരിച്ചപ്പം ഒന്നിങ്ങനെ ലൈറ്റൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. പക്ഷേ നല്ല രസമല്ലേ ആകാശം കാണാൻ. പിന്നെ ഇപ്പം ഒരു 5:45 തന്നെ ഇരുട്ടാവുന്നുണ്ട്. പെട്ടെന്ന് ബാങ്ക് കൊടുക്കുന്നതും ഒക്കെ ആയപ്പോൾ തന്നെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്, ലൈറ്റ് നല്ല കുറയുന്നുണ്ട്. റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും മൂഡ് മാറി റൂമിലെത്താൻ നേരം മാത്രമേ പോകാമെന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ വന്നിട്ട് സ്ഥിരം പോകുന്ന സ്ഥലമാണെങ്കിലും ഇത്ര ആയിട്ടും അവിടുത്തെ ഒരു ലൈറ്റ് വ്യൂ കണ്ടിട്ടില്ല, അതായത് ഡേ വ്യൂ കണ്ടിട്ടില്ല. നൈറ്റ് തന്നെ പോലെ. ഇന്നാണെങ്കിലോ ഫ്രൈഡേ ആണ്, പിന്നെ നല്ല ക്ലൈമറ്റും ആയല്ലോ ഒമാനിൽ. അപ്പോൾ ഭയങ്കര തിരക്ക്, ആ ഭാഗത്ത് അടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ മെക്ഡൊണാൾഡ്സ് പോയി നമ്മൾ സ്ഥിരം ഐസ്ക്രീം കഴിച്ച് പിന്നെ റൂമിൽ വന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ നമ്മൾ ബീഫും പൊറോട്ടയൊക്കെ തിന്ന്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മൂസിക്ക് ചായ വേണമല്ലോ, എനിക്ക് എടുക്കാൻ പോവുകയാണെങ്കിലും അവിടുന്ന് എണീക്കുകയാണെങ്കിലും ഒക്കെ ചായ വേണം. അപ്പം ലൈറ്റ് ഒരു മിൻറ്റ് ടീ ഒക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങി. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ദിവസം. നിങ്ങൾക്ക് ബോറായോ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഒന്നെന്താ വെച്ചാൽ വീക്കിൽ നൈറ്റും ഡേയിലും ഒരു മോർണിംഗൊക്കെ മൂസി എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഫ്രൈഡേ ആകുമ്പം ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ചിരിക്കുന്ന സമയമാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.